ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തുറക്കലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര ഒരു 3/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം തന്നെ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പാലൊഴിച്ചാണ് കുഴച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിൻ്റെ അളവ് കൂടരുത് കേട്ടോ, പിന്നെ അത് ഭയങ്കര ലൂസായി പോകും മാവ്. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഈ പാലൊഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി ഞാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഈ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ട. ഒരുപാട് ഹാർഡായിട്ടും കുഴച്ചെടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ആവേണ്ട. നമുക്ക് പരത്തിയെടുക്കാനായിട്ടുള്ളതാണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് അടച്ചിട്ട് 1 മണിക്കൂറോ 1-2 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ലപോലെ മാവൊന്ന് പൊങ്ങി വരട്ടെ. ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റായിട്ട് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണ്. നല്ല സോഫ്റ്റായിട്ട് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 പോർഷനായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 വലിയ ഷീറ്റ് പരത്തിയെടുക്കുകയാണ്. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചപ്പാത്തി പോലെ പരത്തിയെടുത്താലും മതി. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മൈദാപ്പൊടിയിൽ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, ഒരു കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇത് ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്ന് നമുക്ക് എത്ര എണ്ണം ഇതിലുണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് ആ സെൻറ്ററിൽ വെക്കാനും കൂടെ വേണ്ടിയിട്ട്, ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സർക്കിളിലും ഇതുപോലെ ചമ്മന്തി നമ്മൾ അരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മേലെ മയണീസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നിനും ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് മയണീസ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കൈ വെച്ചൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മേലെ ഓരോന്നിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ ഇതിൻ്റെ മേലെ പരത്തി വെച്ച വേറൊരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുള്ളത് ആ ഒരു ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുന്നതാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. പിന്നെ ഞാൻ എൻ്റെ കൈക്ക് സർജറി കഴിഞ്ഞേക്കാളും മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അതുകൊണ്ട് ഞാനിങ്ങനെ 2 കൈ വെച്ച് എനിക്കിതൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. ഇനി ഇതുപോലെയുള്ള ഗ്ലാസ്, നേരത്തെ നമ്മൾ ഷേപ്പ് ചെയ്ത ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് എണ്ണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ നേരത്തെ കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ട്രിപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത ബാക്കി മാവുണ്ടല്ലോ, അത് വെച്ചും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിലൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ ഭയങ്കര കളർ ചേഞ്ചായി ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ അതെ ഞാൻ ഇതൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് അതായത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ അതെ ഈ ഒരു സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പകരം 2-3 എണ്ണമൊക്കെ അറ്റ് എ ടൈം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് ഓയിലിൽ മുങ്ങിക്കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് ഇതും കൂടെ ഒന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്നും നമ്മൾ കട്ട്ലറ്റ് സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഞാനിപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇത് എത്ര എണ്ണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.